എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോ ഗംഭീര കുതിപ്പാണ് കളക്ഷനിൽ നേടുന്നത്. 8ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ 5000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഇതിനോടകം തന്നെ 70 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് 50 കോടി കളക്ഷൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇന്ന് 2 ദിവസങ്ങളിൽ കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ 75 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ശനി ഞായറോട് സിനിമ 80 കോടിയിലേക്കുള്ള പോസ്റ്ററാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു കൊടൂര മാസ് സിനിമ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അമ്മാതിരി ഒരു കൊലത്തൂക്കാണ് ഈ ഒരു സിനിമ. ആദ്യ ദിനത്തിൽ തന്നെ സിനിമ വരവറിയിച്ചതാണ്. ഏകദേശം 4.25 കോടിയോടെയാണ് സിനിമ ആദ്യ ദിന കളക്ഷൻ പൂർത്തിയാക്കിയ കേരള കളക്ഷനിൽ മാത്രമായി. പിന്നീട് അങ്ങോട്ട് ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമയ്ക്ക് 4 കോടി തന്നെയാണ്. അവസാനം വന്ന 2 ദിവസങ്ങളിലാണ് സിനിമ 3 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനോടകം കേരളത്തിൽ നിന്ന് 30 കോടി സിനിമ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുകയുമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയ്ക്ക് ID പ്രൂഫ് ചോദിക്കുന്ന ഒരു കാര്യം കൊറോണ സമയത്തിന് ശേഷം എന്നെടുത്ത് പറയാം. കൊറോണ വന്നപ്പോൾ അത് ചോദിച്ചിരുന്നു. അത് ID പ്രൂഫ് മാത്രമായിരുന്നില്ല, കൊറോണ ഇത് എടുത്തിരുന്നു എന്നുള്ളതും കൂടെയാണ്. നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എന്നുള്ളതുകൊണ്ട്, വാക്സിനേഷൻ എടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സ്കോറാണ്. അതായത് ഈ സിനിമയ്ക്ക് അമ്മാതിരി ഇടിയാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം സിനിമയ്ക്ക് മികച്ച തിരക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ അവിടെയൊക്കെ അത് ഭാഷയിൽ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരവും. ഇനി മോഹൻലാൽ നായകനായി എത്തിയിരിക്കുന്ന ബറോസ് മികച്ച രീതിയിലുള്ള തുടക്കമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച അത്ര വലിയ ഒരു മികവ് സിനിമയ്ക്ക് ഇല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ല കളക്ഷൻ തന്നെ വരുന്നു. ആദ്യ ദിനത്തിൽ വേൾഡ് വൈഡായിട്ട് 5.5 കോടിയോളം നേടിയ സിനിമ 2ാം ദിവസവും 4.5 കോടിക്ക് അടുത്തേക്ക് കളക്ഷൻ നേടി. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 5 കോടിക്ക് മുകളിലേക്ക് നേടി. ഇന്ന് വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നു. എന്താണേലും ഇവിടെ തകർത്ത് മുന്നോട്ട് പോവുകയാണ് ഈ 2 സിനിമകളും. ഈ ഒരു ക്രിസ്മസ് കാലത്ത് വന്ന സിനിമകളെല്ലാം തന്നെ മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോയുടെ കുതിപ്പ്. ബറോസ് വന്നപ്പോൾ ക്ഷീണമാകുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള തിയേറ്റർ കൗണ്ട് മാർക്കോയ്ക്ക് കിട്ടിയില്ല. ബറോസിന് 220ഓളം തിയേറ്റർ കൗണ്ടുകൾ ചാർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര ഗംഭീരമായിട്ട് 190 തിയേറ്ററുകളിലേക്ക് ഒതുങ്ങേണ്ട ഒരു ആവശ്യം മാർക്കോയ്ക്കുണ്ടായി. പക്ഷേ ജനങ്ങൾ വിട്ടുകൊടുത്തില്ല. 100% സീറ്റുകളിൽ 85 തൊട്ട് 90% സീറ്റുകളും ഫുള്ളാക്കി എല്ലാ ഷോകളും കുതിച്ചുയർന്നു. അങ്ങനെ ബറോസിനെയും ബാക്കിയുള്ള സിനിമകളെയും എല്ലാം പിന്നിലാക്കി മാർക്കോ 1ാം പൊസിഷനിൽ ക്രിസ്മസ് കാലം തൂക്കുകയാണ്. 2024 മറ്റൊരു ഭീകര ഹിറ്റിലേക്ക് മാർക്കോ എത്തുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുന്നത് കാരണം താങ്ക് യു ബ്രോസ്.